മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും മുഖത്തുണ്ടാകുന്ന നമ്മുടെ പാടുകളും ഒക്കെ ഉണ്ടല്ലോ വെറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇല്ലാതാകും. തുടക്കത്തിലെ തന്നെ നിങ്ങൾ ലൈവ് ചേഞ്ചസ് കണ്ടോ? എന്താണ് കാര്യം എന്നുള്ളത് പറയാം. വീഡിയോയിലേക്ക് പോകാം. ചർമ്മ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമുക്ക് നേടിയെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി സ്കിന്നിന് നല്ല തിളക്കം വെക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് പലർക്കും ആഗ്രഹമാണ് നല്ല ക്ലീൻ സ്കിന്നും സ്കിന്നിനകത്ത് ഒരു പാടോ ഒന്നുമില്ലാത്ത ഒരു തിളക്കമുള്ള ചർമ്മം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സലൂണിൽ പോകും, അതല്ലെങ്കിൽ പണം മുടക്കി കുറെ ക്രീമുകളൊക്കെ മേടിച്ച് ചർമ്മത്തിൽ തേക്കും. ചിലപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ രീതിയിലുള്ള ക്രീമുകളായിരിക്കില്ല. അപ്പൊ നമ്മൾ ആ സ്കിന്നിന് തേക്കുമ്പോൾ സ്കിൻ ഒന്നും കൂടി ഡാമേജ് ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൻ നല്ല തിളക്കത്തോടുകൂടി നല്ല യൗവനത്തോടുകൂടി നിർത്താനും ഇനി എത്ര പുറത്തു പോയാലും വേലേറ്റ് ചർമ്മം നശിക്കാതെ ചർമ്മത്തിന് ഒരു വലയം തീർത്തു വെക്കുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സമയം കളയാതെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിന് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ സ്കിന്നിനകത്ത് പലതരം പ്രശ്നങ്ങളും ഉണ്ട്. അതൊക്കെ മാറ്റാൻ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ല സ്കിൻ നല്ല തിളക്കത്തോടു കൂടി നല്ല യൗവനത്തോടു കൂടി നിർത്താൻ സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. മുഖം വെളുത്ത് തുടുക്കാൻ ഓറഞ്ച് കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓറഞ്ചിന്റെ ഒരു സീസണാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല തിളക്കം വെക്കും. ഇപ്പൊ എത്ര പഴക്കം ചെന്ന നിറക്കുറവാണെങ്കിലും നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റി ചർമ്മം നല്ല ക്ലീൻ ആക്കാനും തിളക്കം വെക്കാനും സാധിക്കും. നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കടലമാവിന്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് കടലമാവിന്റെ പൊടി വേണ്ടത്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റൈസ് പൗഡർ ആണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനൊക്കെ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ നമുക്ക് വേണ്ടത്. നമുക്കറിയാമല്ലോ, കൊറിയക്കാരുടെയൊക്കെ ഗ്ലാസ് സ്കിൻ നേടാൻ അവർ ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് റൈസ് പൗഡർ ആണ്. നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം നൽകാൻ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കും. 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ വേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഒന്ന് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുൾട്ടാനി മിട്ടി പൗഡറാണ് ചേർക്കുന്നത്. മിട്ടി പൗഡറും കൂടി ചേർത്തിട്ട് പൊടികളൊക്കെ ഞാനൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2 അല്ലി ഓറഞ്ചിൻ്റെ നീരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ ക്ലീൻ ആക്കാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനും ഒക്കെ ഓറഞ്ചിൻ്റെ നീരിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 3 അല്ലി ഓറഞ്ചിൻ്റെ നീരാണ് ചേർക്കുന്നത്. നല്ല പോലെ പിഴിഞ്ഞ് നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടികളെല്ലാം മിക്സാക്കി കൊടുക്കുകയാണ്. സ്കിൻ നല്ല മാറ്റം കിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ. സ്കിൻ ക്ലീൻ ആക്കാനും സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെയൊക്കെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സംഭവം കണ്ടോ? എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ഒരു റിസൾട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉറപ്പാണ് പ്രാവശ്യമെങ്കിലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്യണം. സ്കിന്നിന് തിളക്കം കിട്ടുന്നത് കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ വല്ലപ്പോഴുമാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ നിങ്ങളെ ആ ഒരു റിസൾട്ട് ഒക്കെ കാണിക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നത്. ഇട്ട് 1 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെന്നിട്ട് സ്കിന്നിന് പെട്ടെന്ന് തന്നെ മാറ്റം നൽകാൻ സാധിക്കും. ഉണങ്ങാൻ വേണ്ടി ഒരു 2 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഉണങ്ങി അങ്ങ് പൊഴിഞ്ഞു പോകുന്നിടം വരെ സ്കിന്നിൽ ഒരിക്കലും പാക്കുകൾ വെക്കാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിനോട് ചെയ്യുന്ന വളരെ വലിയ ദോഷമാണ്. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് ആയതിനു ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ തുടച്ചു മാറ്റിയിട്ടുണ്ട്. 2 കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യണേ, സംഭവം അടിപൊളിയാണ്. കണ്ടല്ലോ പാക്ക് തയ്യാറാക്കിയതൊക്കെ, അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കണേ. 100% നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് പിമ്പിൾസ് മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊരു മാജിക് ആണ് നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് നടക്കുന്നത്. ഉറപ്പായും ചെയ്തു നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് എന്നോട് പറയണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. അവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.